പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. യാതൊരു രക്ഷയില്ലാത്തൊരു മുതലടി. ഓ മാൻ, എന്താ നിങ്ങൾ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്? നമ്മൾ സാധാരണ ലാലേട്ടൻ്റെ മായിട്ട് ബന്ധപ്പെട്ട സിനിമകളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. പക്ഷേ ഇതൊരു പരസ്യത്തിൽ, ജ്വല്ലറിയുടെ പരസ്യത്തിൽ ഈ മുതൽ കാണിച്ചു വെച്ചേക്കുന്ന സാധനം കണ്ടാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ബാക്കിയൊക്കെ വേറെ പാഴടി. ഇതെന്താണ് ഈ ആട് സംവിധാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി പാടുള്ളതാണ്. അത് മനുഷ്യനെ ആകർഷിക്കുക, ഒരു സാധനത്തിൻ്റെ പരസ്യത്തിന് നമ്മളെ ആകർഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്. അത് മിക്കവാറും ജ്വല്ലറി പരസ്യങ്ങൾക്കും വസ്ത്രങ്ങളിലേക്ക് പരസ്യങ്ങളും മിക്കവാറും ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകളാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നായികയല്ലാത്ത ഒരു നായകൻ വന്ന ജ്വല്ലറിയുടെ പരസ്യം, ജ്വല്ലറിയൊക്കെ ഇട്ട് ഒന്ന് അഭിനയിച്ച് കണ്ടപ്പോഴുണ്ടല്ലോ, ഇത് അങ്ങേർക്കാണ് ആപ്റ്റെന്ന് തോന്നും. ഒരു പരസ്യ രംഗത്ത്, കേരളത്തിലെ പരസ്യ രംഗത്ത് മാറ്റെടുത്താണിത്. ഈ പ്രകാശ് വർമ്മ എന്ന് പറയുന്ന സംവിധായകൻ, പ്രകാശ് വർമ്മ തുടരും എന്ന ചിത്രത്തിലെ നമ്മുടെ വില്ലൻ കഥാപാത്രമായിട്ട് വന്ന അദ്ദേഹം ആടൊക്കെ സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ലാലേട്ടനുമായിട്ട് ഒന്നിച്ചപ്പം വേറെ ലെവൽ ഒരു പരസ്യമാണ്. എനിക്ക് തോന്നുന്നു പരസ്യ രംഗത്ത് തന്നെ ഒരു വിപ്ലവകരമായ മാറ്റമാണ് ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊണ്ടുവന്നത്. അത് ലാലേട്ടനെ അവതരിപ്പിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര അവതാരമാണ്. ഈ അവതാരത്തിൻ്റെ മൂർത്തി ഭാവത്തിൻ്റെ പേര് ലാലേട്ടൻ. ആ ലെവലിലായിട്ടുണ്ട്. ഈ നിങ്ങളിന്ന് കണ്ടു നോക്കും, ഞാൻ അധികം പറയുന്നില്ല. നിങ്ങൾ ആ പരസ്യം ഒന്ന് കണ്ടു നോക്കും. ഹലോ ചേട്ടാ. അതെ അതെ അതെ, നമ്മൾ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലിലായിരിക്കും ഇത് ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ. അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക്. ചേട്ടാ, ഇതാണ് ശിവാനി. ഷീ ഈസ് ആക്ച്വലി ഡൂയിങ് ദ ലീഡ് റോൾ. ചേട്ടാ ഒരു മിനിറ്റ്. Can I just try? The other one is much better. Correct. That one? Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry കാണാനില്ല കേട്ടോ. ഷോർട്ടിലുള്ള jewelry കാണാനില്ല സർ. What? The main jewelry is missing. We've informed the police. So please don't step out of the studio. Kindly cooperate. ലാലേട്ടനെ അറിയിക്കണ്ടേ? തീർച്ചയായും സർ. ചേട്ടാ, ആരും കൊതിച്ചു പോകും. വിൻസ്മേറ യാതൊരു രക്ഷയില്ല. ഞാൻ പറഞ്ഞത് ആ ചിരിയൊക്കെ, ആ സ്ട്രൈലത ഭാവം അല്ലേ, എന്താ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്നത്. ഈ പുരുഷത്വത്തിൻ്റെ മൂർത്തിഭാവം എന്ന് നമ്മൾ ചിന്തിക്കുമ്പം മലയാള സിനിമയുടെ ഉയർന്നു വരുന്ന ഒറ്റ മുഖമേ ഉള്ളൂ, അത് ലാലേട്ടൻ. ആ മുണ്ടുമൊക്കെ മടക്കി കുത്തി, മീശയൊക്കെ പിരിച്ചൊരു മരമുണ്ട്. ശ്രീ സൗന്ദര്യത്തിൻ്റെ ഉദാത്തം എന്ന് ചിന്തിക്കുമ്പം ലാലേട്ടൻ്റെ മുഖം ഈ പരസ്യത്തിലൂടെ നമ്മൾ ഉയർന്നു വരുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു നായിക പോലും അവതരിപ്പിച്ചാൽ ഇത്ര മേൽ ഒരു രക്ഷയില്ല എൻ്റെ മോനെ, അത്രയ്ക്ക് മികച്ചു നിൽക്കുന്നു. ഇത് വിമർശകരെല്ലാം ഈ പരസ്യം ലാലേട്ടൻ വരുമ്പം ഇതിനകത്ത് ട്രോളാനുള്ള വകയുണ്ട് എന്നൊക്കെ വിചാരിച്ചായിരുന്നു കാത്തിരുന്നത്. പക്ഷേ ഇതിങ്ങനെ ഞെട്ടിപ്പിച്ചു എന്നുള്ളതാണ്. ഒരു വേറെ ഒരു മാറ്റം, ആ സ്ട്രൈനത ഭാവമൊക്കെ എന്താ മുഖത്ത് വിരിയുന്നല്ലേ. ഇതാണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ. നമ്മൾ പലപ്പോഴും പറയത്തില്ലേ, ഒരു സാധനം ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ അങ്ങേരെ എടുത്ത് വെച്ച സാധനം ഉണ്ടല്ലോ, വേറെ ആർക്കും തൊടാൻ പറ്റത്തില്ല.
ആ ലെവൽ സാധനമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ പ്രകാശ് വർമ്മയെ നമ്മൾ ഞെട്ടിപ്പിച്ച് കളഞ്ഞല്ലേ. അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു ലാലേട്ടനും പ്രകാശ് വർമ്മയുമായിട്ടുള്ള ഒരു സിനിമ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. അത് ഉണ്ടാകണം, കാരണം അത്രയ്ക്ക് സാധനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത്രയും നാളും ഞാൻ പറഞ്ഞില്ലേ, പല ആടുകൾ കണ്ടു. അതിൽ നിന്ന് വ്യത്യസ്തമായി വിസ്മര, എനിക്ക് തോന്നുന്നു ആ ജ്വല്ലറി ഒറ്റ പരസ്യം കൊണ്ട് ഏത് ലെവലെത്തിയെന്നറിയാമോ? കാരണം സോഷ്യൽ മീഡിയ മൊത്തം ഇതിനെപ്പറ്റിയാണ് ചർച്ച, ഒരു സിനിമയെ പറ്റിയല്ല. എത്രയോ സിനിമകൾ ഇറങ്ങുന്നു. ലാലേട്ട സിനിമകളെ പറ്റി നമ്മൾ ഘോരം സംസാരിച്ചേക്കുന്നില്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആടിനെ പറ്റി പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ലെവൽ അങ്ങ് വേറെ. ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചാനലുകൾ ആടിനെ പറ്റി റിവ്യൂ ചെയ്യുന്നത്. ഈ ഒരു വല്ലാത്ത സാധനം. അതുപോലെ തന്നെ ഇതിനൊരു സ്റ്റോറി ഉണ്ട് എന്നുള്ളതാണ്. കൃത്യമായിട്ട് സിനിമ കാണുന്ന പോലെ ഒരു സ്റ്റോറി അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ ഒരു ഷൂട്ടിംഗ് സ്ഥലത്ത് കാണുന്ന ഒരു ജ്വല്ലറി മോഷണം പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ബാക്ക്ഗ്രൗണ്ടൊക്കെ മാറുന്നത് കണ്ടു. ഓരോ വ്യക്തികളുടെയും രീതിയും. ലാലേട്ടനോട് പറയാൻ ചെല്ലുമ്പോൾ ഒന്നും പറയാനില്ല. ഈ ലെവൽ സാധനം, ഈ മനുഷ്യനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. ഇനി വിമർശകർ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഈ സാധനത്തിൻ്റെ ഏഴയലത്ത് നിർത്താൻ മറ്റൊരാളില്ല എന്നുള്ളത് തെളിയിച്ച് കഴിഞ്ഞിരിക്കുക. അത് പല പ്രാവശ്യം തെളിയിച്ചു. ഈ പരസ്യത്തിലൂടെ വേറെ ലെവൽ സാധനമായിട്ട് പറഞ്ഞു. എൻ്റെ മോനെ യാതൊരു രക്ഷയില്ല. എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു നൂലിന്മേൽ കളിയാണ്. അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയി കഴിഞ്ഞാൽ ട്രോളിൻ്റെ വേളം. എനിക്ക് തോന്നുന്നു 2025 ഏറ്റവും കൂടുതൽ ട്രോൾ വരാൻ സാധ്യതയുള്ള ഒരു പരസ്യമായിരുന്നു. ലാലേട്ടൻ വളരെ മനോഹരമായി എടുത്തു വെച്ചു. പ്രകാശ് വർമ്മ അതുക്കും മേലെ രണ്ടുപേരും കൂടെ തകർക്കും. മക്കളെ, നിങ്ങൾ രണ്ടുപേരും കൂടി സിനിമ എടുക്കുക, ഞങ്ങളൊന്ന് ആനന്ദിക്കട്ടെ. നല്ലൊരു സ്റ്റോറിയൊക്കെ വന്ന് പ്രകാശ് വർമ്മയൊക്കെ ഒരു സംവിധാനമായിട്ട് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ലാലേട്ടനെ വെച്ച് ഒരു പൊളിക്കും അല്ലേ. വേറെ ലെവൽ സാധനം. അപ്പം പല പരസ്യങ്ങളെപ്പറ്റി നമ്മൾ കണ്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇത് യാതൊരു രക്ഷയില്ല. എടാ, ഇത് ഞാൻ എത്ര തവണ കണ്ടെന്നറിയില്ല. ഇന്നലെ വൈകുന്നേരമാണ് ഞാൻ കാണുന്നത്. ഇത് എത്ര തവണ കണ്ടെന്ന് അറിയില്ല. കാരണം എന്തോ ഒരു ആകർഷണത്വം ഇതിനോട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് ലാലേട്ടൻ അഭിനയിക്കുന്നു, പിന്നെ ഒരു സ്റ്റോറി ഇതിനകത്ത് പറഞ്ഞു പോകുന്നു. ഒരു രക്ഷയില്ല അല്ലേ. 1 മിനിറ്റ് 49 സെക്കൻഡാണ് ഏകദേശം. ഒരു പരസ്യം ഇത്രമേൽ ആകർഷിച്ചിട്ട് അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല. പണ്ട് പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. ലാലേട്ടാ, നിങ്ങളെ നമിച്ചു. നിങ്ങൾ വേറെ ലെവൽ സാധനമാണ്. അത് നമുക്ക് നേരത്തെ അറിയാൻ വയ്യാത്തവർ ഇത് കണ്ടു നോക്കടേ. ചുമ്മാ ആവശ്യമില്ലാതെ അങ്ങേരെ ചെന്ന് ചൊറിയാതെ. ഇത്ര മുന്നിൽ വേറെ ഒന്നും ഒരു ഇതില്ലേ. ഇങ്ങേര് കാണിക്കുന്ന ഓരോ സാധനം ഉണ്ടല്ലോ, അത് വേറെ ആർക്കും ഒന്നും എടുക്കാൻ പോലും പറ്റത്തില്ല. ഒന്നും നോക്കാൻ പോലും പറ്റാത്ത സാധനങ്ങളാണ് ഇങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത്. അത് വേറെ ലെവല്. അപ്പം എല്ലാവരും കാണുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ, ബൈ.